ജൂലിയസ് സീസർ മുതലുള്ളവർ ഈ പൊന്തിഫസ് മാക്സിമസിന്റെ കുപ്പായം എടുത്തിട്ടു. അങ്ങനെ ഇരിക്കെ ക്രൈസ്തവ സഭയിലേക്ക് വന്നു ഒരു റോമൻ ചക്രവർത്തി. അദ്ദേഹത്തിന്റെ പേര് കോൺസ്റ്റന്റൈൻ എന്നാണ്. അത് നിങ്ങൾക്കറിയാം. കോൺസ്റ്റന്റൈൻ വേറൊരു ലക്ഷ്യത്തിൽ വന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം സഭയ്ക്കകത്ത് അതിൻ്റെ ഭാഗമായി ജീവിക്കുമ്പോൾ തന്നെ അദ്ദേഹം പൊന്തിഫസ് മാക്സിമസ് എന്ന ആ പദവിയുടെ കുപ്പായം ധരിച്ചിരുന്നു. സ്തോത്രം. ആ പൈശാചിക പുരോഹിതൻ എന്ന പദവിയുടെ കുപ്പായം ധരിച്ചിരുന്നു. അതിനുശേഷം സ്തോത്രം, അദ്ദേഹത്തിന് ശേഷം വന്നൊരു ഭരണാധികാരി ഗ്രേഷ്യൻ ചക്രവർത്തി. അദ്ദേഹം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നമുക്ക് ഈ തൊപ്പിയും കുപ്പായവും പാടില്ല, നമുക്ക് ഈ വിശുദ്ധ വടിയൊന്നും പാടില്ല, നമുക്ക് ഈ അടയാളങ്ങൾ പാടില്ല. ഇത് മുഴുവൻ ക്രിസ്തുവിന് വിരോധമാണ്, ഇത് മുഴുവൻ ദൂഷണ നാമങ്ങൾ നിറഞ്ഞതാണ്, ഇത് ദൈവത്തിനെതിരായിട്ടുള്ള ഒരു പൈശാചിക പരിപാടിയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം അതങ്ങോട്ട് ഊരി മാറ്റിവെച്ചു. ശരിക്കൊരു വിശ്വാസിയായി. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ 378 AD 378 ഇത് സംഭവിക്കുന്നത്. എന്നാൽ 368 ഞാൻ നേരത്തെ പറഞ്ഞ കർമ്മേൽ ഗ്രൂപ്പ് സഭയ്ക്കകത്ത് കയറി പ്രാർത്ഥന നടത്താൻ തുടങ്ങി. അവർ ഉപവാസ പ്രാർത്ഥന, നമുക്കറിയാലോ ഇന്ന് സ്തോത്രം ആഗോള സഭയ്ക്കകത്ത് എന്തുമാത്രം ഗ്രൂപ്പാ. കൃപാസനം എന്നൊരു ഗ്രൂപ്പുണ്ട്, കൃപാസനം പത്രമുണ്ട്. ഇപ്പോൾ പലരും പെട്രോൾ അടിക്കാറില്ല അത്രേ ബൈക്കിന്, കാരണം കൃപാസനം പത്രം കീറി ബൈക്കിനകത്ത് ഇടുക അത്രേ. അതുപോലെ തന്നെ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉള്ളവർ ബനിയനകത്ത് കൃപാസനം പത്രം എടുത്ത് വെച്ചാൽ മതി. RSSകാരായിരിക്കുന്ന എൻ്റെ ചില സുഹൃത്തുക്കൾ പോലും കടകളിൽ ഈ കൃപാസനം പത്രം ഈ സ്തോത്രം ചില്ലിനടിയിൽ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് ഏത് വഴിക്കാ ഒരു നന്മ വരിക എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതിലേ വരുന്നെങ്കിൽ അതിലേ വന്നോട്ടെ എന്നുള്ള സ്റ്റൈലിൽ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അത് ഈ സാത്താന്യ പദ്ധതി ഒരു ഗ്രൂപ്പാണ്. ഇതുപോലെ ഒരുപാട് ഗ്രൂപ്പുകൾ യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് സഭകൾക്കകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഉപദേശ വ്യവസ്ഥയുടെ വ്യക്തമായ കണ്ണടയിലൂടെ നമ്മൾ പരിശോധിക്കണം, സ്കെയിൽ വെച്ച് നോക്കണം, കാനോൻ വെച്ച് നോക്കണം ഇത് എവിടുന്ന് വരുന്നതാണ് എന്ന്. അപ്പോൾ കർമ്മേൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് AD 368 പ്രവർത്തനം ആരംഭിച്ച ഗ്രൂപ്പ് 378 ആയപ്പോഴേക്കും ജനങ്ങൾക്കിടയിൽ ഭയങ്കര സ്വാധീനമുണ്ടാക്കി. അപ്പോസ്തലന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന ഏറ്റവും വലിയ സഭാ നേതാവായിട്ട് അവരിൽ ഒരുത്തൻ മാറി. അവന്റെ പേരാണ് ദമസ്യൂസ്. ആ ദമസ്യൂസ് ആരായി മാറി? ദമസ്യൂസ് ഗ്രേഷ്യൻ ചക്രവർത്തിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അച്ഛൻ ആ തൊപ്പിയും വടിയും കൊടയും കുപ്പായവും ഒക്കെ മാറ്റി വെച്ചിരിക്കുമല്ലോ, അതെ അച്ഛനത് എനിക്കിങ്ങ് തന്നേക്കുവോ? അത് ഞങ്ങൾ എടുത്തോളാം. ഉടനെ ഗ്രേഷ്യൻ ചക്രവർത്തി അതങ്ങ് കൊടുത്തു. ഇതൊക്കെ എടുത്തണിഞ്ഞുകൊണ്ട് ക്രൈസ്തവ സഭയ്ക്കകത്ത് ഈ പൊന്തിഫസ് മാക്സിമസ് എന്ന പൈശാചിക സ്ഥാനം സഭയ്ക്കകത്ത് വന്നു. സ്തോത്രം, സ്തോത്രം പറഞ്ഞാട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ വിചാരം. ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. ആ പൈശാചിക പദവി സഭയ്ക്കകത്ത് വന്നു. എന്നിട്ട് ഈ പൊന്തിഫസ് മാക്സിമസ് ആയിട്ടുള്ള ഈ സ്തോത്രം വ്യക്തി ദമസ്യൂസ് അദ്ദേഹത്തിൻ്റെ പുരാതന ബാബിലോണിയ ആചാരങ്ങളെ മുഴുവൻ പെയിന്റ് അടിച്ചു മാറ്റി സഭയ്ക്കകത്ത് കയറ്റി. എല്ലാവരുടെയും വീട്ടിൽ പുതിയ നിയമമില്ല, എല്ലാവരുടെയും വീട്ടിൽ നമുക്കുള്ളതുപോലെ ഒന്നും ബൈബിളില്ല. ഈ ദമസ്യൂസ് എന്ന് പറയുന്ന പോപ്പ് പറയുന്നതാണ് ഉപദേശം. സ്തോത്രം, സ്തോത്രം. ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കൈപോക്കിയാട്ട്. ദമസ്യൂസ് എന്ന് പറയുന്ന പോപ്പ് ഉണ്ടായത് അങ്ങനെയാണെന്നാ ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റുകയില്ല. ഇത് ദൈവം പഠിപ്പിക്കുന്നത് പറയാനാ. അല്ല നമ്മളാരും ആലോചിക്കപ്പെടുത്തണ്ട, ബുദ്ധിമുട്ടിക്കണ്ട എന്നൊക്കെ ഓർത്ത് നമ്മൾ പോയാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ചില കാര്യം പറയുമ്പോൾ ഇച്ചിരി ഉപദ്രവം ഉണ്ടാവും, ഇച്ചിരി വിഷമം ഉണ്ടാവും, ഇച്ചിരി വെറുപ്പുണ്ടാവും. അത് പിടിക്കാനും മേടിക്കാനും കൂടിയാണ് നമ്മൾ ഈ പണിക്ക് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമുക്ക് എങ്ങോട്ടും ഓടി ഒളിക്കാനില്ല. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ.
അല്ലാതെ ഇത് സുഖമായ പരിപാടിയൊന്നുമില്ല. നാടകം കളിക്കുന്ന പോലെ രസമുള്ള പരിപാടിയൊന്നുമല്ല. നാടകം കളിക്കുമ്പോൾ ഈ നാടകത്തിനോടും നടീനടന്മാരോടും ആൾക്കാർക്ക് ഒരു ഇഷ്ടം ഉണ്ടാകും. പക്ഷേ ഇതിനകത്ത് കൃത്യമായി വചനം പറഞ്ഞാൽ മുമ്പിലിരിക്കുന്നവരൊക്കെ വെറുപ്പോടുകൂടി എഴുന്നേറ്റ് പോകുന്നത്, സ്റ്റേജിലിരിക്കുന്നവരും വെറുപ്പോടുകൂടി എഴുന്നേറ്റ് പോകുന്നത്. ആ വെറുപ്പാണ് നമ്മുടെ പ്രതിഫലം. ആ വെറുപ്പ് നമ്മളങ്ങോട്ട് സ്റ്റോക്ക് ചെയ്ത് ദൈവകരത്തിൽ ഏൽപ്പിക്കും. അത് നമുക്ക് പ്രതിഫലമായി മാറും. പ്രൈസ് ദി ലോർഡ്. അല്ല, എല്ലാവർക്കും സന്തോഷമാണെങ്കിൽ ഏതാണ്ട് കാര്യമായ തകരാറുണ്ടായിരുന്നു എന്നർത്ഥം. എല്ലാവരും ഉല്ലസിച്ചാ പോകുന്നെങ്കിൽ ദൈവോധന നല്ലതായിരുന്നു കേട്ടോ എന്നെല്ലാവരും വന്ന് പറഞ്ഞാൽ, ചിലർ പറയും വളരെ നല്ലതായിരുന്നെന്ന്, അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ലതായിരുന്നു പറയും. അതൊരു നല്ല ക്വാളിറ്റി ആയാലും നമുക്ക് സന്തോഷം വരുമല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇഷ്ടപ്പെട്ടാലും നല്ലതാണെന്ന് പറയും. എന്നാൽ ഹല്ലേലൂയ, എല്ലാവരും നല്ലതാണ് എന്ന് പറയുമ്പോൾ, നല്ലത് നല്ലത് എന്ന് പറയുമ്പോൾ സൂക്ഷിച്ചു കൊള്ളണം. ലോകം നിന്നെ നോക്കി നല്ലത് എന്ന് പറയുന്നത് നിനക്ക് വളരെ ദോഷമായിരിക്കും. എന്നാൽ ലോകം നിന്നെ നോക്കി വെടക്ക എന്ന് പറയുന്നത് നിനക്ക് വളരെ അനുഗ്രഹമായിരിക്കും. അപ്പോഴാ കർത്താവിന് വേണ്ടി തെളിയിക്കപ്പെടുക എന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്, അത് പൂർത്തീകരിക്കപ്പെടുമെന്ന് ഉറപ്പാക്കപ്പെടുന്നത്. സ്തോത്രം. ഈ മഹാവേശ്യ എന്ന പദവി അന്ന് സഭയ്ക്ക് കിട്ടി. വേശ്യാവൃത്തിയുടെ പ്രത്യേകത എന്താ? ആ മഹാവേശ്യ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അതിന് രണ്ടർത്ഥമുണ്ട്. ബാബിലോണിൽ ഈ സംരംഭം ആദ്യം ആരംഭിച്ചപ്പോൾ വേശ്യാവൃത്തി വിശുദ്ധ തൊഴിലായിട്ട് അവർ കണ്ടിരുന്നു. ക്ഷേത്രങ്ങളിൽ വെച്ച് വേശ്യാവൃത്തി അനുവദിക്കപ്പെട്ടിരുന്നു. ദേവപ്രീതിക്ക് വേണ്ടി വേശ്യാവൃത്തി നടത്തിയിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഇയ്യോബ് ആ കാലഘട്ടത്തിൽ ജീവിച്ചവനായതുകൊണ്ട് അത് ലോകത്തെ മുഴുവൻ സെമിറാമീസ് എന്ന വേശ്യയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട് ആരംഭിച്ച ആ ആഗോള വേശ്യാവൃത്തി അങ്ങനെ പുരോഗമിച്ച് വരുമ്പോൾ, ആ മതം പുരോഗമിച്ചു വരുമ്പോൾ, ആ മതത്തിനകത്ത് നിന്നാണ് എബ്രഹാമിനെ ദൈവം വിളിച്ചു വേർതിരിച്ച് കൊണ്ടുപോകുന്നത്. ആ കാലത്തെ മതത്തിൻ്റെ പ്രധാന ആചാര്യനായിരുന്ന നിനസ് മരിക്കുമ്പം, എബ്രഹാമിന്, നിമ്രോദിൻ്റെ മകൻ നിനസ് മരിക്കുമ്പം എബ്രഹാമിന് 50 വയസ്സ് മാത്രമാണ് പ്രായമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇയ്യോബിന് സമകാലികനാണ്. ചരിത്രപരമായി പഠിക്കുമ്പോൾ സ്തോത്രം, എബ്രഹാം എന്ന് പറയുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർവ്വപിതാവ്. സ്തോത്രം. നോക്കുക, ഇയ്യോബ് പറയുന്നത്, എൻ്റെ ഹൃദയം ഒരു സ്ത്രീയെങ്കിൽ ഭ്രമിച്ചു പോയെങ്കിൽ എന്നൊരു പ്രയോഗമുണ്ട്. അത് കുറ്റകരമാണ്, അത് ശിക്ഷിക്കപ്പെടേണ്ട കാര്യമാണ്. സ്തോത്രം. അത് ആ ഭ്രമിച്ചു പോയെങ്കിൽ ഹല്ലേലൂയ എന്ന പ്രയോഗമുണ്ടല്ലോ, വാസ്തവത്തിൽ ഒരു മനുഷ്യ സ്ത്രീയെക്കുറിച്ചല്ല അവിടെ പറയുന്നത് എന്നാണ് നല്ല വിവരമുള്ള കമൻറ്റേറ്റേഴ്സ് മുഴുവൻ അതിന് കമൻട്രി എഴുതിയിരിക്കുന്നത്. ആ കാലത്ത് ലോകത്തെ മുഴുവൻ വശീകരിച്ച് വേശ്യാവൃത്തിക്ക് പ്രേരിപ്പിക്കുന്ന പൈശാചിക സർപ്പ സൗന്ദര്യത്തിൻ്റെ ഉടമയായ നിമ്രോദിൻ്റെ ഭാര്യയും നിനസിൻ്റെ അമ്മയും പിന്നീട് നിനസിൻ്റെ ഭാര്യയുമായി മാറിയ സെമിറാമിസ് എന്ന സ്ത്രീയുടെ സൗന്ദര്യത്തിൻ്റെ മായിക വലയത്തിൽ ലോകം പിടിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഹൃദയം അവളിൽ ഭ്രമിച്ചു പോയിട്ടില്ല. എൻ്റെ ഹൃദയം ലോകത്തിൻ്റെ മതങ്ങളിൽ ഭ്രമിച്ചു പോയിട്ടില്ല. എൻ്റെ ഹൃദയം ലോക മതങ്ങൾ അനുഷ്ഠാനങ്ങളിലൂടെ പ്രദാനം ചെയ്യുന്ന ഇന്ദ്രിയ രസവേദ്യമായ അനുഭവങ്ങളിലേക്ക് വലിഞ്ഞു പോയിട്ടില്ല. ആത്മദൃഷ്ടികൾ തുറക്കുമ്പോൾ മാത്രം കാണുന്ന സർവശക്തനായ ദൈവത്തെയാണ് ഞാൻ കാണുന്നത്. അവനെ കുറിച്ച് ഒരു കേൾവി മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളെങ്കിലും എൻ്റെ ഹൃദയം അവൻ്റെ പിന്നാലെ മാത്രമേ നിൽക്കൂ. അതാണ് ഇയ്യോബിൻ്റെ ഭാഷ്യം. ഇയ്യോബിനെയൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ലോക ചരിത്രത്തിൻ്റെ പുരാതന സങ്കേതങ്ങൾ, പൈശാചിക മതങ്ങളുടെ പുരാതന സങ്കേതങ്ങളൊക്കെ വളരെ വിശദവും വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം ഒന്ന് വായിച്ചു നോക്കൂ. അത്ഭുതങ്ങളുടെ ഒരു കലവറ, ആത്മിക വിജ്ഞാനത്തിൻ്റെ അത്ഭുതങ്ങളുടെ കലവറകളിലേക്ക് നിങ്ങൾ തുറന്നു കയറുന്ന അനുഭവം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ വർഷങ്ങളായിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിച്ച് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. 3-4 ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു ലൈബ്രറി എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ പണി ഈ സത്യങ്ങൾ അന്വേഷിക്കല. അതുകൊണ്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത്. ഇതുപോലൊരു 100 സ്റ്റേജുകളിൽ 5-6 മണിക്കൂർ ദിവസം പറഞ്ഞാലും തീരാത്ത ദൈവജനം അറിയേണ്ട ഡാറ്റ എൻ്റെ കയ്യിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതിലേക്കൊന്നും വിവരമായി കടന്നു പോകാൻ നമ്മുടെ ഒരു മീറ്റിങ്ങിലും സമയം തികയാറില്ല. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, സമയം അവസാനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ മഹാവേശ്യ എന്ന് പറഞ്ഞാൽ എന്തിനേയും സ്വീകരിക്കുന്നവളാണ് വേശ്യ. അവൾക്ക് ഭർത്താവ് മാത്രമല്ല, എല്ലാ പുരുഷന്മാരെയും സെയിമാണ്. വേശ്യാവൃത്തിയുടെ ആദ്യത്തെ പ്രത്യേകത അതാണ്. സഭ ദമസ്യോസിന്റെ നേതൃത്വത്തിൽ ഒരു വേശ്യാവൃത്തി നടത്തി. എന്താ? ദൈവം അരുതെന്ന് പറഞ്ഞ് മാറ്റിവെച്ചതെല്ലാം അകത്തോട്ട് കൊണ്ടുവന്നു. ക്രൈസ്തലോ. പണ്ട് ബാബിലോണിൽ സൂര്യഭഗവാനായിട്ടുള്ള
നിനസിൻ്റെ ജന്മദിനം അവർ പെയിന്റ് അടിച്ച് മാറ്റി ക്രിസ്തുമസ് ആയിട്ട് സഭയ്ക്കകത്ത് കൊണ്ടുവന്നു. മനസ്സിലായോ? സ്തോത്രം. ക്രിസ്തുമസ് ആയിട്ട് അകത്ത് കൊണ്ടുവന്നു. നിനസിൻ്റെ ജന്മദിനമാണ് ഡിസംബർ 25. രാത്രി ബാബിലോണിയർ അത് ആഘോഷിക്കുമായിരുന്നു, സൂര്യഭഗവാനായ നിനസ്. ആ ആഘോഷം നടത്തുമ്പം അവൻ്റെ അടുത്ത് അവരൊരു മരത്തിൻ്റെ കൊമ്പ് വയ്ക്കുമായിരുന്നു. അതാണ് ഇപ്പം നമ്മൾ വയ്ക്കുന്ന ക്രിസ്മസ് ട്രീ. ക്രൈസ്തലോ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം പെന്തക്കോസ്ത് സഭകൾക്കകത്ത് ഡിസംബർ 24 രാത്രി ക്രിസ്മസ് ട്രീയും പുൽക്കൂടും വെച്ച് ചടങ്ങ് നടത്തുന്ന പരിപാടിയുണ്ട്. ക്രൈസ്തലോ. പിന്നീട് ഈസ്റ്റർ യേശുവിൻ്റെ ഉയർപ്പാണെന്ന അല്ല, അത് ഇഷ്ടാർ ദേവതയുടെ ജനന പെരുന്നാളാണ്. ബാബിലോണിയർ ആചരിച്ചിരുന്നതാ. ആകാശത്ത് നിന്നൊരു മുട്ട യൂഫ്രട്ടീസ് നദിയിൽ വീണു. ആ മുട്ട മത്സ്യങ്ങൾ ഉരുട്ടി കരയ്ക്ക് കയറ്റി. ആ മുട്ട പക്ഷികൾ പൊരുന്നിരുന്നു. അത് വിരിഞ്ഞ് ഇഷ്ടാർ ദേവത പുറത്തു വന്നു. സ്തോത്രം. വേശ്യാവൃത്തി എന്ന് പറഞ്ഞാൽ അതാണ്. സ്തോത്രം. ഇങ്ങനെ ദൈവവചനത്തിന് വിരുദ്ധമായ സകല കാര്യങ്ങളും സഭയ്ക്കകത്ത് വലിച്ചു കയറ്റി ലോകം മുഴുവൻ നിറയുന്നൊരു പ്രസ്ഥാനമായി വളർന്നു പൊങ്ങിയ ആ സംവിധാനത്തെ സ്തോത്രം കയ്യിന്റെ കാലം മുതൽ ആരംഭിച്ച ദൈവത്തിന് വിരോധമായ സംവിധാനത്തെ കംപ്ലീറ്റ് നശിപ്പിച്ചു കളയുന്ന ദിവസമാണ് നമ്മൾ സ്തോത്രം കാണുന്നത് 17-ാം അധ്യായത്തിൽ. അതിനുശേഷമാണ് കർത്താവ് ഇറങ്ങി വരുന്നത് വേറൊരു യുദ്ധത്തിന് വേണ്ടി.